ഗജവീരന്മാർക്ക് സുഗമമായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതാണ്. ദേവന്മാരുടെയും കരുണാകടാക്ഷങ്ങളോടൊപ്പം ഭക്തജനങ്ങളുടെ സഹായ സഹകരണവും ഉണ്ടാവണമെന്ന് വിനയകുലം അഭ്യർത്ഥിക്കുക. എൻ്റെ പേര് ധർമ്മപുത്രൻ, പുത്തൂർ ഹൗസ്, തെങ്കര. നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ തെങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന വാളക്കര ശ്രീ മൂത്താരുകാവിലെ കമ്മിറ്റി പ്രസിഡൻ്റാണ്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മൂത്താര് എന്ന ദേവനാണ്. ശിവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ മൂത്താര് ദേവൻ സേവിച്ച ദേവി വനദുർഗയാണ് അടുത്ത ഒരു ഉപദേവത. അതുപോലെ തന്നെ ഗണപതി ഭഗവാനും നാഗദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നുണ്ട്. മൂത്താര് എന്ന് പറയുന്നത് അമാനുഷികമായിട്ടുള്ള ശക്തികളോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ദേശവാസികൾ അദ്ദേഹത്തെ അത്രയ്ക്കും ആത്മീയമായും അതുപോലെ തന്നെ ദൈവികമായും ആരാധിച്ചു പോരുന്നു. ഈ തെങ്കര ദേശം മുഴുവൻ ഇന്ന് ഈ മഹോത്സവത്തോടനുബന്ധിച്ചിട്ട് ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, ഉത്സവ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 12 ദിവസവും ഇവിടെ പ്രസാദൂട്ട്, വൈകുന്നേരങ്ങളിൽ പ്രസാദൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചെണ്ടമേളവും അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളും ക്ഷേത്ര അനുഷ്ഠാന കലകളും ക്ഷേത്ര ആചാരങ്ങളോട് ബന്ധപ്പെട്ടുള്ള പൂജാവിധികളും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വൃശ്ചികം 1 മുതൽ 12 വരെയാണ് താലപ്പൊലി മഹോത്സവം നടക്കുന്നതെങ്കിൽ എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇവിടെ ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടക്കുന്നു. എല്ലാ മാസം ആയില്യ പൂജ നാഗർക്ക് പ്രത്യേകമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസിനുള്ള പൂജയും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീനമാസത്തിൽ രേവതി നാളിൽ മൂത്താരുടെ പ്രതിഷ്ഠാവാർഷികവും ഗംഭീരമായിട്ട് പ്രസാദൂട്ടും ഗുരുതി കലശത്തോട് കൂടിയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട്. അതുപോലെ തന്നെ നവരാത്രി ആഘോഷവും എല്ലാ രീതിയിലും വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുകളും അതുപോലെ തന്നെ വാഹന പൂജ, മറ്റ് വിശേഷാൽ പൂജകളോട് കൂടിയിട്ട് തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. തിരുവാതിരയോടനുബന്ധിച്ചിട്ട് തിരുവാതിര മഹോത്സവവും ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം സപ്താഹവും ഇവിടെ നടത്തി. എല്ലാ വർഷവും സപ്താഹവും നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരിൽ ഇന്ന് പ്രധാനിയായിട്ട് നിൽക്കുന്ന ആളാണ് വിജയേട്ടന് 2 വാക്ക് സംസാരിക്കാം. എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. നമ്മളുടെ ഈ ക്ഷേത്രം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അവരത് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവിൽ. അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട്. എന്തായാലും അവരെല്ലാവരെയും ഈ മൂത്താര് കാത്തു രക്ഷിക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്, തെങ്കര തന്നെയാണ്. സുധീഷ് കാവുങ്ങൽ എന്ന് പറയും. അത് നമ്മളെ തെങ്കര വാളക്കര ശ്രീ മൂത്താരുകാവിൽ 5 ദേശവേലകളാണുള്ളത്. ആ 5 ദേശവേലകളിൽ ഒന്ന് പടിഞ്ഞാറൻ വേലയാണ്. കാഞ്ഞിരവള്ളി ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന പടിഞ്ഞാറൻ വേല, മെഴുകമ്പാറ ശ്രീ മല്ലീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന വടക്കം വേല,
ചിറപ്പാടം ശ്രീ മുനീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കിഴക്കൻ വേല, തെക്കൻ പറങ്ങോടൻ ഗുരു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന തെക്കൻ വേല, കൊറ്റിയോട് ദേശവേല, അത് ഇപ്രാവശ്യം വന്ന വേലയാണ്. ആ ദേശവേലകളും എല്ലാ ദേശവേലകളും കൂടിയിട്ട് തെങ്കര സംഗമിച്ചിട്ടാണ് നമ്മളെ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുന്നേറ്റ് ഇവിടേക്ക് എത്തുക. ദീപാരാധനയ്ക്ക് മുന്നേറ്റ് ഇവിടെ എത്തിയതിന് ശേഷമാണ് ദീപാരാധന കഴിഞ്ഞ് മറ്റേ ക്ഷേത്രത്തിലേക്ക് വന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ആനകൾ, പ്രധാനപ്പെട്ട ദേശവേലകളിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട തിടമ്പേറ്റിയ ആനകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അത് ആ ദേശവേലകളുടെ പ്രധാനപ്പെട്ട ഓരോ വാദ്യങ്ങളും ഇതുമായിട്ട് ആവുകൊണ്ടാണ് മൂത്താരാവിൽ അത്രയും ക്ലിയർ തെങ്കരപ്പൂരം അത്രയും വിജയത്തിൽ എത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദേശവേലകളെ ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മൂത്താരാവ് സംരക്ഷണ സമിതി എന്നുള്ള ഇതിൽ അവരെല്ലാവരും അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും അതിന് ഉള്ളൊരു നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ബാലചന്ദ്രൻ കൊളവള്ളി. ഞാൻ നമ്മുടെ തെങ്കര വളക്കര മൂത്തറകാവിലെ വൈസ് പ്രസിഡൻ്റാണ്. അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ഈ നിലയിലെത്തി. അത് കാണുമ്പോൾ തന്നെ വളരെ നമ്മുടെ തട്ടകത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷമാണ്. അതായത് നേരത്തെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെ ആഴ്ചയിൽ 2 പൂജയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് പൂജാരിയോ അല്ലെങ്കിൽ നല്ലൊരു ബിൽഡിങ്ങോ അമ്പലത്തിൻ്റെ ചെറിയൊരു ഒറ്റമുറിയിലായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നും ഉത്സവം ഉണ്ടായിരുന്നു, 12 ദിവസം ഉത്സവം ഉണ്ടായിരുന്നു. വൃശ്ചികം 12 തന്നെയായിരുന്നു ഉത്സവം ഉണ്ടായിരുന്നത്. വൃശ്ചികം 1 മുതൽ 12 വരെ ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. അന്നത്തെ ചുറ്റുവിളക്കിനൊക്കെ ഒരു ഏറ്റവും കൂടുതൽ 10-15 ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നു. പൂരത്തിന് ഒരുവിധം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥിതി ഒരുപാട് മാറി. നമ്മുടെ നാടിൻ്റെ വളർച്ചയോടൊപ്പം അമ്പലത്തിൻ്റെ വളർച്ചയും തട്ടയത്തിൻ്റെ വളർച്ചയും ജനങ്ങളുടെ വളർച്ചയും നല്ലതായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൃശ്ചികം 1 മുതൽ 12 വരെയും ദിവസവും പൂരം തന്നെയാണ്. 1 മുതൽ തന്നെ പൂരം തുടങ്ങുകയാണ്. പൂരം ദിവസം 12 ആണെങ്കിലും പക്ഷേ 1 മുതൽ 12 വരെയും പലതരത്തിലുള്ള ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ ദേവസ്വം വേല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവസ്വം പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു കമ്മിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ അതുകൂടാതെ 5 ദേശവേലകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പൂരം വളരെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആഘോഷം, അതിൻ്റെ ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ, നമ്മുടെ ഈ തട്ടകത്തിലെ ജനങ്ങൾ മുഴുവൻ ആ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. ഇപ്പോൾ ഇന്ന് 12ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ആ ആഘോഷത്തിൻ്റെ ഒരു ലഹരിയിലാണ്. അപ്പോൾ നമ്മൾ മൂത്താരോട് പ്രാർത്ഥിക്കുകയാണ് ഇന്നുകൂടി വളരെ എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായും സന്തോഷപരമായും വളരെ ഭംഗിയിൽ തന്നെ തീർത്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. മണ്ണാർക്കാട് നിന്ന് അമ്പലം 5 കിലോമീറ്ററാണ് ഉള്ളത്. അട്ടപ്പാടി ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. തെങ്കരയിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെത്തും. പൂജ രാവിലെ 2 നേരം പൂജയുണ്ട്. രാവിലെ പിന്നെ ഇപ്പോൾ ഉത്സവ സമയത്താണ് ഗണപതി പൂജയെല്ലാം. ബാക്കിയുള്ള സമയങ്ങളിലാണ് സാധാരണ പൂജകളും രാവിലെ 6 മണിക്ക് 5:30 മുതൽ 6 മണിക്ക് തുടങ്ങും. 9 മണി വരെ ഉണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം 5:30 മണിക്ക് തുറക്കും. 7 മണി വരെയാണ് അമ്പലത്തിൻ്റെ സമയം. പേര് ബാബു സുകുമാരൻ. 17 കൊല്ലമായി ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായി ജോലി ചെയ്തു വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാദേവൻ കുതിരപ്പുറത്ത് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് മാത്രമാണ് തെങ്കര വാളക്കര മൂത്താരുകാവ്. ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നത്. കൗളാചാരപ്രകാരം കൊടികയറി താന്ത്രിക വിധിപ്രകാരം പൂജ നടന്നു വരുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് തെങ്കര വാളക്കര മൂത്താരുകാവ് ക്ഷേത്രം. വലിയ ചരിത്രം ഉറങ്ങുന്നതും ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ ക്ഷേത്രം തന്ത്രി കാര്യമാത്ര വിജയൻ അവർകൾ ഇരിങ്ങാലക്കുട, അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രികവാസമുള്ള ആളും. വളരെയധികം ആൾക്കാർ നിത്യേന ക്ഷേത്രത്തിൽ വന്നു പോകുന്നു. ഉത്സവം 12 ദിവസം വൈകിട്ട് അന്നദാനത്തോടു കൂടി ഏകദേശം ഒരു 800ഓളം പേര് നിത്യേന, അവസാന ദിവസം ഒരു 2000 പേർക്കെങ്കിലും ഭക്ഷണം കഴിച്ചു പോകുന്ന സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ചുറ്റുവിളക്ക് നടത്തും. അത്താഴ പൂജയ്ക്ക് ശേഷം ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ചുറ്റുവിളക്ക് പരമ്പരാഗതമായ ഇവരുടെ ഒരു ആചാര അനുഷ്ഠാനമാണ്. ഈ ദേശത്തിൻ്റെ ആചാര അനുഷ്ഠാനമാണ് ചുറ്റുവിളക്ക്. ചുറ്റുവിളക്കോടുകൂടി ചുറ്റുവിളക്ക് കഴിഞ്ഞ് നാളികേരം ഉടച്ച് പിരിയുന്ന ചുറ്റുവിളക്കിൻ്റെ പ്രത്യേകത
കുത്തുവിളക്ക് ശീല, അതായത് കുട്ടികൾ കൂറ പിടിച്ച്, അതുപോലെ തന്നെ ചേറങ്ങലം അടിച്ചും ശംഖൂതിയും ചുറ്റുവിളക്ക് 7 വലത്ത് ചുറ്റും വലത് വെക്കുകയും അവസാനം നാളികേരം ഉടച്ച് അത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലെ ശിവക്ഷേത്രങ്ങളിൽ മൂത്താരെന്ന് പറഞ്ഞാൽ ശിവചൈതന്യത്തിൽ, പ്രേതസങ്കല്പത്തെ ശിവചൈതന്യത്തിൽ ലയിപ്പിച്ച് ശിവപൂജ ചെയ്തു വരൂ. അതുപോലെ തന്നെ ഗണപതിക്കും ദേവിക്കും എല്ലാ ആയില്യം നാളിൽ നാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നാഗദോഷത്തിന് ഒരുപാട് ആൾക്കാർ ദൂരദേശത്ത് പോലും ആൾക്കാർ വന്ന് തൊഴുത് നാഗങ്ങളുടെ അനുഗ്രഹം തേടി പോകാറുണ്ട്. വൃശ്ചികം 1 കൊടിയേറി, കൗളാചാരപ്രകാരം കൊടിയേറി താന്ത്രിക വിധിപ്രകാരം 13-ാം തീയതി മഞ്ഞനീരാട്ടോടുകൂടി ഈ ക്ഷേത്രത്തിന് 12 മണി കഴിഞ്ഞാൽ കൊടിയിറങ്ങി ഉത്സവം ശരി, പറഞ്ഞമാതിരിയൊക്കെ ചെയ്തലുണ്ട്.
ഗജവീരന്മാരുടെ നിലവിലുള്ള തലയെടുപ്പുമായി അവർ എത്തിയിരിക്കുകയാണ്. തെങ്ങിനെ പൊരുത്തിന് ആക്കുകൂട്ടുകയാണ്. ഗജവീരന്മാർ തെങ്കര പൂരാവേശത്തിന്റെ നിറവസന്തത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാലം കരങ്ങൾ കൂപ്പുന്ന മെയ്യഴകിന്റെ മഴയിൽ കാവടിയായി പൂരാവേശത്തിന്റെ അത്ഭുതങ്ങൾ കാട്ടി മനസ്സ് കീഴടക്കുവാൻ മനുഷ്യരും വിളക്ക് താലപ്പൊലി മഹോത്സവത്തിന് അവിസ്മരണീയമാക്കുവാൻ എത്തിയിരിക്കുകയാണ്.
എല്ലാ ദേശവേലകളുടെയും പ്രധാന തിടമ്പേറ്റിയ ഗജവീരന്മാർ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗജവീരന്മാർക്ക് സുഗമമായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ അവിടുന്ന് മാറി നിൽക്കേണ്ടതാണ്. ഗജവീരന്മാരുടെയും സ്വാഗതങ്ങളുടെയും വാദങ്ങളുടെയും വിവിധ വേഷങ്ങളുടെയും വഴികളും എല്ലാ ദേശവേലകളും ഭക്തജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനയവിലസം അഭ്യർത്ഥിക്കുക.